Tales by Luna. ഒരിക്കൽ ശ്വേതകി എന്ന രാജാവ് 12 വർഷം നീണ്ടുനിന്ന ഒരു മഹായാഗം നടത്തി. അത്രയും കാലം ഇടതടവില്ലാതെ നെയ്യ് ഭക്ഷിച്ച അഗ്നിദേവന് കഠിനമായ അജീർണവും വയറുവേദനയും ബാധിച്ചു. തേജസ് നഷ്ടപ്പെട്ട അഗ്നിദേവൻ പരിഹാരത്തിനായി ബ്രഹ്മാവിനെ സമീപിച്ചു. ദേവവൈരികളായ മൃഗങ്ങളും ഔഷധസസ്യങ്ങളും നിറഞ്ഞ ഖാണ്ഡവവനം ദഹിപ്പിച്ചു ഭക്ഷിച്ചാൽ മാത്രമേ ഈ രോഗം മാറുകയുള്ളൂ എന്ന് ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. അഗ്നിദേവൻ വനം ദഹിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ദേവേന്ദ്രൻ മഴ പെയ്യിച്ച് തടസ്സപ്പെടുത്തി. കാരണം ഇന്ദ്രന്റെ സുഹൃത്തായ തക്ഷകൻ എന്ന സർപ്പരാജാവും കുടുംബവും ആ വനത്തിലായിരുന്നു താമസം. ഒടുവിൽ അഗ്നിദേവൻ കൃഷ്ണന്റെയും അർജുനന്റെയും സഹായം തേടി. അവർക്ക് യുദ്ധം ചെയ്യാൻ ആവശ്യമായ ദിവ്യ ആയുധങ്ങൾ അഗ്നിദേവൻ നൽകി. അർജുനന് ഗാന്ധീവം എന്ന വില്ലും അക്ഷയമായ അമ്പുനാഴിയും ഹനുമാൻ ചിഹ്നമുള്ള രഥവും, കൃഷ്ണന് സുദർശന ചക്രവും കൗമോദകി എന്ന ഗദയും. അഗ്നി വനം ദഹിപ്പിച്ചു തുടങ്ങിയതോടെ ഇന്ദ്രൻ പേമാരി ചുരിഞ്ഞു. എന്നാൽ അർജുനൻ തന്റെ അമ്പുകൾ കൊണ്ട് വനത്തിനു മുകളിൽ ഒരു വലിയ ശരകൂടം നിർമ്മിച്ചു. ഒരിറ്റു മഴവെള്ളം പോലും വനത്തിൽ വീഴാത്ത വിധം അർജുനൻ ആകാശത്തെ മറച്ചു. അഗ്നിദേവൻ വനം ദഹിപ്പിക്കാൻ തുടങ്ങി. കാട്ടിലുണ്ടായിരുന്ന ദുഷ്ടരായ അസുരന്മാരെയും പാമ്പുകളെയും കൃഷ്ണനും അർജുനനും നേരിട്ടു. ആ വലിയ തീപിടുത്തത്തിൽ നിന്നും പ്രധാനമായും 3 പേർ രക്ഷപ്പെട്ടു. മയൻ, അസുരന്മാരുടെ ശില്പിയായ മയനെ അർജുനൻ രക്ഷിച്ചു. ഇതിന് നന്ദിയായിട്ടാണ് മയൻ പാണ്ഡവർക്ക് വേണ്ടി അതിമനോഹരമായ മയസഭ നിർമ്മിച്ചത്. അശ്വസേനൻ, തക്ഷകന്റെ മകനായ ഇദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അശ്വസേനനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തക്ഷക പത്നിയെ അർജുനൻ വധിച്ചു. തൻ്റെ അമ്മയെ വധിച്ചതിനാലാണ് പിൽക്കാലത്തെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെ കൊല്ലാൻ അശ്വസേനൻ കർണന്റെ അമ്പിൽ ഒളിച്ചിരുന്നത്. ശാർഗക പക്ഷികൾ എന്ന് വിളിക്കുന്ന 4 കുഞ്ഞിക്കിളികളെ അവയുടെ പ്രാർത്ഥന കേട്ട് അഗ്നിദേവൻ പൊള്ളലേൽക്കാതെ രക്ഷിച്ചു. അവസാനം കാട് മുഴുവൻ കത്തിയതോടെ അഗ്നിദേവന്റെ അസുഖം മാറി. കൃഷ്ണന്റെയും അർജുനന്റെയും വീര്യം കണ്ട ഇന്ദ്രൻ തന്റെ തോൽവി സമ്മതിക്കുകയും സന്തോഷത്തോടെ അവയെ അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രകൃതിയിലെ തിന്മകളെ നശിപ്പിക്കാനും അഗ്നിദേവനെ സഹായിക്കാനും വേണ്ടിയാണ് ഈ ദഹനം നടന്നതെന്നാണ് പുരാണം പറയുന്നത്. Thank you and subscribe for more videos.